അതെ, നാളെയാണ് ആറ്റുകാൽ പൊങ്കാല. ആറ്റുകാൽ പൊങ്കാല എന്നത് ഒരു ആചാരപരമായ ചടങ്ങ് മാത്രമല്ല, അമ്മയ്ക്കുള്ള സമർപ്പണ യാഗമാണ്. അരി, ശർക്കര, തേങ്ങ എന്നിവ ഉപയോഗിച്ച് പൊങ്കാല ഉണ്ടാക്കുമ്പോൾ ഭക്തൻ സമർപ്പിക്കുന്നത് ഭക്ഷണമല്ല, സ്വന്തം മനസ്സ് തന്നെയാണ്. ദേവി സ്വീകരിക്കുന്നത് ഭക്തിയാണോ ദ്രവ്യമാണോ? ശാസ്ത്ര പ്രമാണം ഭഗവത്ഗീത പറയുന്നു, പത്രം പുഷ്പം ഫലം ത്വയം യോ മേ ഭക്ത്യാ പ്രേഷ്യതി. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇല, ഒരു പൂവ്, ഒരു പഴം, ഒരു തുള്ളി വെള്ളം പോലും ഭക്തിയോടെ നൽകിയാൽ ദൈവം സ്വീകരിക്കും. ഇവിടെ പ്രധാനപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് കൊടുക്കുന്നു എന്നതല്ല, എങ്ങനെ കൊടുക്കുന്നു എന്നതാണ്. അതിനാൽ പൊങ്കാല മൺചൂളയിൽ തന്നെയായിരിക്കണം എന്ന നിർബന്ധം ശാസ്ത്രത്തിൽ എവിടെയുമില്ല. ദേശകാല പാത്രാനുസൃതമായ ആചാരം ധർമ്മശാസ്ത്രത്തിലെ മഹാസിദ്ധാന്തം. ദേശകാല പാത്രഭേദേന ധർമാചരണം, അഥവാ നാം എവിടെയാണോ ജീവിക്കുന്നത്, എങ്ങനെയാണോ സാഹചര്യം, അതിനനുസരിച്ച് ആചാരത്തിൽ മാറ്റം വരുത്താം. വിദേശത്തുള്ള ഒരു ഭക്തയ്ക്ക് വീഥികളിൽ ചൂള കെട്ടി പൊങ്കാല ഇടാൻ കഴിയില്ല. അപ്പോൾ വീടിനകത്ത് ലഭ്യമായ രീതിയിൽ ശുദ്ധിയോടെ ചെയ്താൽ അത് പൂർണ്ണമായും ശാസ്ത്രീയമാണ്. അഗ്നിയുടെ തത്വം ചൂളയിലോ സ്റ്റൗവിലോ. വേദം പറയുന്നു, അഗ്നിമീളേ പുരോഹിതം. അഗ്നി യാഗത്തിൻ്റെ മുഖം, സമർപ്പണത്തിൻ്റെ സാക്ഷി. അഗ്നി ഉണ്ടെങ്കിൽ യാഗമുണ്ടാകും. അതിനാൽ മൺചൂളയിൽ അഗ്നി, ഗ്യാസ് സ്റ്റൗവിലെ അഗ്നി തത്വത്തിൽ ഒന്നു തന്നെ, വ്യത്യാസം രൂപത്തിൽ മാത്രം. വീട് തന്നെ ക്ഷേത്രമാകുന്ന ശാസ്ത്രസത്യം ആഗമങ്ങളിൽ പറയുന്നു, ഗൃഹം ദേവാലയ സമം. ശുദ്ധിയുള്ള ഭക്തന്റെ വീട് ദേവാലയത്തിന് തുല്യമാണ്. ഒരു ഭക്ത ദേവിയുടെ ചിത്രം വെക്കുന്നു, വിളക്ക് തെളിയിക്കുന്നു, മന്ത്രം ജപിക്കുന്നു, നൈവേദ്യം സമർപ്പിക്കുന്നു. അപ്പോൾ ആ വീട് ക്ഷേത്രമാകുന്നു. ക്ഷേത്രത്തിൽ ചെയ്യുന്നതും വീട്ടിൽ ചെയ്യുന്നതും, ക്ഷേത്രത്തിൽ പൊങ്കാലയിടുന്നത് മഹാഭാഗ്യം തന്നെ, മഹാസംഗമം, മഹായാഗാനുഭവം. പക്ഷെ വീട്ടിൽ ഭക്തിയോടെ ചെയ്യുന്നത് വ്യക്തിപരമായ സമർപ്പണം, ആത്മീയാനുഭവം, അമ്മയോടുള്ള നേരിട്ടുള്ള ബന്ധം. ഇരുവരും അമ്മയ്ക്ക് പ്രിയം. വിദേശത്തുള്ള ഭക്തർക്കുള്ള ആത്മവിശ്വാസം. ഗൾഫിൽ കഴിയുന്ന മലയാളി സ്ത്രീകൾ പൊങ്കാല ദിവസത്തിൽ അമ്മയെ ധ്യാനിച്ച് സമയത്ത് ശുദ്ധിയോടെ പ്രാർത്ഥനയോടെ പൊങ്കാലയിടുമ്പോൾ അവൾ ഒറ്റയ്ക്കല്ല, അവൾ ആറ്റുകാൽ മഹായാഗത്തിൻ്റെ ഭാഗമാണ്. ശ്രദ്ധിക്കേണ്ട പ്രായോഗിക കാര്യങ്ങൾ നോക്കാം. വീട്ടിൽ പൊങ്കാലയിടുമ്പോൾ വീടിൻ്റെ ശുചിത്വം പാലിക്കുക. ദേവിയുടെ ചിത്രം അഥവാ വിഗ്രഹം കൃത്യമായി വെക്കുക. സാധ്യമായാൽ നിലത്ത് ഒരുക്കുക. പൊങ്കാല സമയം പാലിക്കുക. സമർപ്പണ പ്രാർത്ഥന നടത്തുക. ദോഷമുണ്ടോ എന്നത് കൂടെ നമുക്ക് നോക്കാം. ശാസ്ത്ര പ്രമാണം അനുസരിച്ച് യാതൊരു ദോഷവുമില്ല, ആചാര ലംഘനവുമില്ല. കാരണം ഭക്തിയാണ് പ്രാധാന്യം. എന്താണ് പൊങ്കാലയുടെ മഹാസത്യം? പൊങ്കാല ഒരു സ്ഥലത്തോട് ബന്ധിപ്പിച്ച ആചാരമല്ല, ഭക്തിയോട് ബന്ധിപ്പിച്ച സമർപ്പണമാണ്. ദൂരം അമ്മയെ അകറ്റില്ല, സ്ഥലം അനുഗ്രഹത്തെ തടയില്ല. ശുദ്ധമായ ഭക്തിയുള്ള ഹൃദയം തന്നെയാണ് യഥാർത്ഥ ആറ്റുകാൽ. ചൂളയിൽ പൊങ്ങുന്ന പൊങ്കാലയേക്കാൾ ഹൃദയത്തിൽ പൊങ്ങുന്ന ഭക്തിയാണ് അമ്മയ്ക്ക് പ്രിയം. പായസ നിവേദ്യം. ലളിതമായ ആത്മസമർപ്പണ വിധി. പായസം ഒരു ശുദ്ധമായ പാത്രത്തിലെടുത്ത് അമ്മയുടെ മുന്നിൽ വയ്ക്കുക. കൈകൾ ചേർത്ത് കണ്ണുകൾ മൂടി അമ്മയെ മനസ്സിൽ ധ്യാനിക്കുക. ഭക്തിയോടെ ഇങ്ങനെ പറയുക, അമ്മയെ ഭഗവതി, ഞങ്ങൾ സ്നേഹത്തോടെ ഒരുക്കിയ ഈ പായസം നീ കരുണയോടെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ മനസ്സും ജീവിതവും നിനക്ക് സമർപ്പിക്കുന്നു. ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കുക, നമസ്കരിക്കുക. ഭക്തിയും ആത്മസമർപ്പണവും തന്നെയാണ് പ്രധാന നിവേദ്യം.